പരമേശ്വരൻ്റെ മഹത്വങ്ങൾ വിളിച്ചോതുന്നതായിട്ടുള്ള അനേകം ഉത്സവങ്ങൾ പതിവുണ്ട്. പൊതുവെ 4 ഉത്സവങ്ങളാണ് പറയാറ്, അല്ലെങ്കിൽ ആരാധനകളാണ് പറയാറ്. ശിവനെ സംബന്ധിച്ച് 4 ആരാധനകൾ ശിവപുരാണ പ്രധാനമായിട്ട് പറയുന്നു. അതിൽ തിങ്കളാഴ്ച വ്രതം, അതേപോലെ അഷ്ടമിക്ക് വ്രതം, പിന്നെ ശിവരാത്രിക്ക് വ്രതം, അതേപോലെ എല്ലാ പ്രദോഷത്തിനും വ്രതം. ഇങ്ങനെ 4 വിധത്തിലാണ് പറയുന്നത്. പരമേശ്വരനെക്കുറിച്ചുള്ളതായ ആരാധനകൾ ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന വേളയിൽ ഇവിടെ ഭേദമില്ല. സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ ആർക്ക് വേണമെങ്കിലും ശിവാരാധനം ചെയ്യാം. ശിവനെ പൂജിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം. ഷോഡശോപചാര പൂജ, അല്ലെങ്കിൽ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജ, അല്ലെങ്കിൽ ആഗമപ്രോക്തമായിട്ടുള്ള പൂജ, ഇതൊക്കെ അതിൽ വിധിക്കപ്പെടുന്നുണ്ട്. ഭഗവാനെ പൂജിക്കുന്ന വേളയിൽ ഭഗവാന് സമർപ്പിക്കേണ്ടതായിട്ടുള്ള പ്രിയങ്കരമായ ദ്രവ്യങ്ങളെയെല്ലാം നൽകുക എന്നുള്ളതാണ്. പൊതുവേ ശിവന് അഭിഷേകം എന്ന് പറയുമ്പോൾ അതിൽ നല്ലെണ്ണ, പിന്നീട് പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, പാല്, തൈര്, പിന്നീട് തേന്, കരിമ്പ് നീര്, ചെറുനാരങ്ങ, ഇളനീര്, പിന്നീട് ശുദ്ധജലം, ഇങ്ങനെ അനേകം ദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട്. വിവിധമായിട്ടുള്ള ധാരകൾ എന്ന് പറയാം, അല്ലെങ്കിൽ അഭിഷേക ദ്രവ്യങ്ങൾ, ശതരുദ്രീയം എന്ന മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ കാണാൻ സാധിക്കുക. ശിവ ആരാധനത്തെക്കുറിച്ചുള്ള രീതി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ശിവരാത്രി ദിവസം ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന ഒരു ചോദ്യമുണ്ടായി. അപ്പോൾ ശിവരാത്രി എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം പിന്നെയും വരും. അപ്പോഴാണ് ഭഗവാൻ പരമേശ്വരൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും തമ്മിൽ ഉണ്ടായ ഒരു യുദ്ധവൃത്താന്തത്തെ വർണ്ണിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നു. അതിൽ 2 പേരുടെയും മുമ്പിൽ ദേവന്മാരുടെ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അഗ്നിസ്തംഭ രൂപത്തിൽ അങ്ങോട്ട് ആവിർഭവിക്കുകയാണ്. അഗ്നിസ്തംഭ രൂപത്തിൽ ആവിർഭവിച്ച ആ ഭഗവാനെ സാക്ഷാൽ ബ്രഹ്മാവും അതേപോലെ വിഷ്ണുവും കണ്ടെത്തുവാനായിട്ട് ഒരു ഹംസപക്ഷിയുടെ രൂപത്തിൽ ബ്രഹ്മാവ് പറന്ന് മുകളിലേക്ക് പോയി, പന്നിയുടെ രൂപത്തിൽ വിഷ്ണുവും താഴോട്ട് പോയി. അങ്ങനെ ഇവർ 2 പേരും ഭഗവാന്റെ അഗ്രവും മൂലവും കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പല വർഷങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കാത്തതായിട്ടുള്ള ആ ബ്രഹ്മാവും വിഷ്ണുവും തോറ്റു പിന്തിരിയുമെന്നായി. വിഷ്ണു സത്യം സമ്മതിക്കാൻ തയ്യാറായി. എന്നാൽ ബ്രഹ്മാവിനാണെങ്കിലോ താൻ പരാജിതനായി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു അപമാനം വേറെ ഇല്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് ഈ ഒരു ചിന്തയിൽ മുഴുകിയ വേള കൈതപ്പൂവ് മുകളിൽ നിന്ന് പതിക്കുന്നതായിട്ട് കണ്ടു. ആ കൈതപ്പൂവിനെ അങ്ങോട്ട് തൻ്റെ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. കൈതപ്പൂവിനെ അങ്ങോട്ട് താൻ കണ്ടെത്തിയതാണ് എന്ന് സാക്ഷി പറയണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ കൈതപ്പൂവ് കള്ളസാക്ഷി പറയാൻ സമ്മതിച്ചു. അവർ 2 പേരും പൂർവ്വസ്ഥാനത്ത് വന്നു ചേർന്നു. എവിടെയാണോ അഗ്നിസ്തംഭ രൂപത്തിൽ പരമേശ്വരൻ ആവിർഭവിച്ചത് അവിടെ എത്തിച്ചേരുകയാണ്. ആ അഗ്നിസ്തംഭ രൂപത്തിൽ ഭഗവാൻ ആവിർഭവിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ തിരുവണ്ണാമലൈ എന്ന് പറയുന്ന ക്ഷേത്രം. അവിടെ അരുണാചലം എന്നാണ് ആ ക്ഷേത്രത്തിന് ശരിയായ പൗരാണിക നാമം. അവിടെയാണ് എത്തിച്ചേർന്നത്. വിഷ്ണു തോൽവി സമ്മതിച്ചു. ബ്രഹ്മാവ് താൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് കളവ് പറയുക, അതിന് സാക്ഷിയായിട്ട് കള്ളസാക്ഷിയും കൈതപ്പൂവ് ഉണർത്തിച്ച വേളയിൽ മഹേശ്വരൻ എന്ന് പറയുന്ന ഭഗവാൻ ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് ആവിർഭവിച്ച് വിഷ്ണുവിനെ അനുഗ്രഹിച്ചു. സത്യത്തെ കിടപിടിച്ചതായിട്ടുള്ള വിഷ്ണുവിനെ ആമോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തനിക്ക് സമമായിട്ട് വിഷ്ണുവിനും എല്ലാ പൂജകളും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. കള്ളസാക്ഷി പറഞ്ഞതായിട്ടുള്ള കൈതപ്പൂവിന് നീ ഒരിക്കലും ശിവപൂജയിൽ ഭാഗമാകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കൈതപ്പൂവിനെ ശിക്ഷിച്ചു. അതിനുശേഷം ബ്രഹ്മാവിൻ്റെ നേരെ തിരിഞ്ഞ് ബ്രഹ്മാവിനെ 5 തലയുള്ളവനായിട്ടാണ് ആദിയിൽ പറയുന്നത്. അതിലൊരു തല നുള്ളിയെടുത്ത് 4 തലയുള്ളവനാക്കി മാറ്റി. അങ്ങനെ ആ ബ്രഹ്മാവ് നീ ഒരിക്കലും ഭൂലോകത്തിൽ ബ്രഹ്മാവിന് പൂജയുണ്ടാവില്ല എന്ന് ശപിച്ചു. തെറ്റ് മനസ്സിലാക്കിയതായിട്ടുള്ള ബ്രഹ്മാവും കൈതപ്പൂവും ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സ്തുതിച്ച വേളയിൽ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഭഗവാൻ വേഗം തന്നെ സന്തോഷിച്ചു. ആ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുകയാണ്.
ബ്രഹ്മാവിന് അതുകൊണ്ട് തന്നെ സകലവിധമായിട്ടുള്ള യജ്ഞങ്ങളിലും ഉത്സവങ്ങളിലും പ്രതിഷ്ഠാകർമ്മങ്ങൾ എല്ലാറ്റിലും ആദ്യ സ്ഥാനം ബ്രഹ്മാവിന് കൊടുത്തു. അങ്ങനെ ബ്രഹ്മാവിനെ യജ്ഞങ്ങൾക്കെല്ലാം കാര്യനിർവാഹകനായിട്ട് യജ്ഞപതിയായിട്ട് ഇവിടെ നിയമിക്കുകയാണ്. പിന്നീട് കൈതപ്പൂവും അങ്ങോട്ട് ക്ഷമാപരാധം ചെയ്ത വേളയിൽ ആ ക്ഷമാപണം ചെയ്തതായിട്ടുള്ള കൈതപ്പൂവിനെയും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. കൈതപ്പൂവിനെ ശിവഭക്തന്മാർ ശിരസ്സിൽ അണിയും എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ കഥ അവസാനിക്കുന്ന വേളയിൽ തെറ്റിതിരിഞ്ഞു നടത്തിയുള്ള ബ്രഹ്മാവും അതേപോലെ സത്യം പറഞ്ഞ വിഷ്ണുവും ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന ഭഗവാനെ നല്ലപോലെ സ്തുതിച്ച് പല പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളാൽ പൂജിതനായ ഞാൻ പ്രത്യക്ഷനായ ദിവസം, ഭഗവാൻ അഗ്നിസ്തംഭ രൂപത്തിൽ പ്രത്യക്ഷമായ ദിവസമാണ് തിരുവാതിര എന്ന് പറയുന്ന പുണ്യകാലം. നമ്മളെല്ലാം ധനുർമാസത്തിൽ കൊണ്ടാടുന്ന തിരുവാതിര തന്നെയാണത്. പിന്നെ ബ്രഹ്മാവും വിഷ്ണുവും കൂടി പൂജ ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ആ മഹേശ്വരൻ എന്ന പേര് ഭഗവാൻ ആവിർഭവിച്ച ദിനമാണ് ഇവിടെ ശിവരാത്രി എന്നുള്ളത്. അങ്ങനെയുള്ള ശിവനെ സംബന്ധിച്ചുള്ള 2 സുദിനങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം പറഞ്ഞു. ഭഗവാനെ ഏത് വിധത്തിൽ സന്തോഷിപ്പിക്കാം എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രവണം, കീർത്തനം, മനനം എന്ന 3 മാർഗങ്ങളെ പറഞ്ഞു. ഇത് 3ഉം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകൾ പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് പൂജയുടെ രീതികളെല്ലാം വിഷ്ണുവും ബ്രഹ്മാവും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതിൽ വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള പൂജകൾ പറയുന്നുണ്ട്. ഷോഡശോപചാര പൂജയായിട്ട് ഭഗവാനെ പ്രദക്ഷിണം, നമസ്കാരം, അഭിഷേകം, പല പല പുഷ്പങ്ങൾ, ദ്രവ്യങ്ങൾ ഇവകളെല്ലാം സമർപ്പിച്ച് പൂജിക്കാവുന്നതാണ്. അതും ശിവരാത്രി ദിവസം വിശേഷമായിട്ട് ഭഗവാനെ പൂജിക്കേണ്ടതുണ്ട്. ശിവരാത്രി വ്രതം നോൽക്കേണ്ടതായിട്ടുള്ള ആളുകൾ നിത്യേന ചെയ്യുന്ന സ്നാനസന്ധ്യാദികൾ രാവിലെ കുളിച്ച് ഭഗവാനെ ക്ഷേത്രത്തിൽ ചെന്ന് ദർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ ഇന്നു മുതൽ ഇവിടെ ശിവനെ ആരാധിക്കാൻ പോകുന്നു, ഈ വിശേഷമായ സുദിനം ശിവരാത്രി ദിവസം ശിവ ആരാധനം ചെയ്യാൻ പോകുന്നു, അത് വേണ്ടതുപോലെ നിർവഹിച്ചു തരണേ ഭഗവാൻ തന്നെ അതിന് കൂടെയിരുന്ന് തൻ്റെ യജ്ഞ വിഘ്നങ്ങൾ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൂജയ്ക്ക് വിഘ്നങ്ങൾ ഏർപ്പെടുത്തുന്ന കാമാദി ശത്രുക്കളെയെല്ലാം പോക്കി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് വിശിഷ്ടമായിട്ടുള്ള പൂജാദ്രവ്യങ്ങളെയെല്ലാം സംഭരിക്കുക. അതും പ്രത്യേകിച്ച് ശിവരാത്രി എന്നുള്ളത് ചതുർദശി രാത്രിയിൽ ദീർഘിച്ചു നിൽക്കുന്നതായിട്ടുള്ള ദിനത്തിൽ വേണം സ്വീകരിക്കാനെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ശിവരാത്രി ദിവസം ഭഗവാനെ ആരാധിക്കണം. ശിവരാത്രി ദിവസം ആരാധിക്കുന്ന വേളയിൽ 4 യാമ പൂജയാണ് പൊതുവെ പറയാറ്. അതിൽ ആദ്യ ഒരു യാമത്തിൽ പൂജ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ 4 യാമത്തിലും പൂജ കഴിക്കാം. അപ്പോൾ അങ്ങനെ ഭഗവാനെ നമ്മൾ പരമേശ്വരൻ, സാംബ പരമേശ്വരൻ അല്ലെങ്കിൽ പാർവതി പരമേശ്വരൻ എന്ന രീതിയിൽ പൂജ കഴിക്കാം. പൂജ കഴിച്ചു കഴിഞ്ഞാൽ പൂജയിൽ വിശിഷ്ടമായിട്ടുള്ള ഭഗവാന് അഭിഷേകങ്ങളെല്ലാം അങ്ങോട്ട് സമർപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അഭിഷേകാദികളെല്ലാം ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എനിക്ക് എല്ലായ്പ്പോഴും ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തിയെ നൽകണേ, ശരണാഗതിയെ നൽകണേ, അടിയനെ കാത്ത് രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കൽ പതിവാണ്. അങ്ങനെ പരമേശ്വരൻ തന്നെ ഉപദേശിച്ചതായിട്ടുള്ള ആ ശിവരാത്രി വ്രതം എന്ന ഒന്ന് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള രീതിയെ പിന്നീട് പറയുന്നുണ്ട്. ശിവരാത്രി വ്രതത്തിനൊരു പ്രത്യേകതയുണ്ട്. പകൽ മാത്രം ഉപവാസം, രാത്രിയിൽ പൂജ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാം. എന്നാൽ ഏകാദശി അങ്ങനെയല്ല. ഏകാദശിക്ക് ശുദ്ധ ഉപവാസം എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും ഏകാദശി വ്രതമോ അതേപോലെ ചതുർത്ഥി വ്രതമോ ഷഷ്ഠി വ്രതമോ ശിവരാത്രി വ്രതമോ ഒക്കെ പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശിവരാത്രി വ്രതം തന്നെയാണ്. ഒരു കുലത്തിൽ എന്തൊക്കെ വ്രതമാണോ നമ്മുടേതായിട്ടുള്ള സനാതന മതം അനുശാസിക്കുന്നത്, സകല വ്രതങ്ങളും അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഉണ്ടാവും എന്ന ഒരു മഹത്വം ഇതിന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ശിവരാത്രി ദിനത്തിൽ എല്ലാവരും പരമേശ്വരനെ ആരാധിക്കണം എന്ന് പറയുകയാണ്. ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭസ്മം, അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ടതാണ് കൂവളത്തില, ഭഗവാന് പ്രിയപ്പെട്ടതാണ് രുദ്രാക്ഷം. അപ്പോൾ ഭഗവാനെ നമുക്ക് കൂവളത്തില കൊണ്ട് അർച്ചിക്കാം, ഭസ്മം ധരിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാം, പാപങ്ങൾ പോക്കാം. അതേപോലെ ഭഗവാന്റെ ആ നാമങ്ങൾ കീർത്തിക്കാം, രുദ്രാക്ഷം ധരിക്കാം. ഇങ്ങനെ ശിവനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന 3 മാർഗങ്ങളെ പറയുന്നു. അപ്പോൾ ശിവഭക്തനായിരിക്കുന്നവൻ, ശിവദീക്ഷ സ്വീകരിച്ചവൻ അവശ്യം ത്രിപുണ്ഡ്രം എന്ന് പറയുന്ന ഭസ്മധാരണം ചെയ്യേണ്ടതാണ്. ത്രയംബക മന്ത്രം കൊണ്ടോ പഞ്ചാക്ഷരം കൊണ്ടോ അവയെ ധരിക്കേണ്ടതാണ്. ജാബാല ഉപനിഷത്തിൽ പറയുന്ന പ്രകാരം അതിനെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട്
ഭസ്മധാരണം കഴിഞ്ഞാൽ രുദ്രാക്ഷധാരണം എന്ന് പറയുന്നുണ്ട്. അനേകം മുഖങ്ങളുള്ള രുദ്രാക്ഷമുണ്ട്. 14 മുഖമാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അതിൽ കൂടുതലുള്ളതുണ്ടെങ്കിലും അതാത് രുദ്രാക്ഷങ്ങൾ, അതിന് പ്രത്യേകമായിട്ട് മന്ത്രങ്ങൾ, ധാരണാരീതിയെല്ലാം പറയുന്നുണ്ട്. അത് പ്രകാരം അത് ധരിക്കുക. രുദ്രാക്ഷം ധരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ധരിക്കാം, ശുചിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ രുദ്രാക്ഷത്തെ ധരിച്ച് ശിവപൂജ ചെയ്യണം. പിന്നെ ശിവനാമങ്ങൾ മുഖത്തുണ്ടായിരിക്കണം. അപ്പോൾ ഭസ്മം, രുദ്രാക്ഷം, ശിവനാമം ഇവ മൂന്നും ഗംഗ, യമുന, സരസ്വതി എന്നിങ്ങനെയുള്ള 3 നദികൾക്കും സമാനമായിട്ടുള്ള ത്രിവേണിയാണ്. ആ ഒരു ഭക്തനിൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ അവൻ അതിൻ്റെ സംഗമസ്ഥാനമായിട്ട് മാറും എന്നതിനെയും സൂചിപ്പിക്കുന്നു. ആശ്ചര്യകരമായിട്ടുള്ള ആ ശിവരാത്രി ദിനത്തിൽ എല്ലാവരും ഭസ്മം ധരിച്ച് ശിവനെ പ്രാർത്ഥിച്ച് ശിവദർശനം ചെയ്ത് അവരവരുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അനേക ജന്മപാപങ്ങളെയെല്ലാം നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്നും പറയുന്നു. ശിവരാത്രി മാഹാത്മ്യം എന്നുള്ളത് ഇങ്ങനെ നമുക്ക് കോടിരുദ്ര സംഹിത എന്ന ഒരു ഭാഗത്തിൽ 2 അധ്യായമായിട്ട് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. കോടിരുദ്ര സംഹിതയിൽ ശിവസഹസ്രനാമം എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 അധ്യായമായിട്ട് പറയുന്നു. ശിവജ്ഞാനം, ശിവഭക്തി, ശിവനാമത്തിൻ്റെ മാഹാത്മ്യം ഇവകളെല്ലാം പ്രതിപാദിക്കുന്ന ശിവപുരാണം 24,000 ശ്ലോകങ്ങളായിട്ട് വർണ്ണിക്കുന്നു. അതിൽ ഒരു ബ്രാഹ്മണിയുടെ സദ്ഗതിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. പല കഥകളുണ്ട്. ഇതിൽ തന്നെ ശിവരാത്രി ദിനത്തിൽ ഭഗവാനെ സന്തോഷിപ്പിച്ച പല ആളുകളുടെ കഥയുമുണ്ട്. അതിൽ ബ്രാഹ്മണി സദ്ഗതി മാഹാത്മ്യം എന്ന് ഒരു അധ്യായം പറയുന്നുണ്ട്. അതേപോലെ മാനുകൾക്ക് മുക്തി കിട്ടിയ ഒരു കഥ പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിലും അതേപോലെ മഹാബലിക്ക് പരമേശ്വരനെ പൂജിച്ചത് കൊണ്ട് അനുഗ്രഹം കിട്ടിയത് പറയുന്നുണ്ട്. അതേപോലെ പരമേശ്വരനെ ആരാധിച്ചതായിട്ട് മുചുകുന്ദൻ അനുഗ്രഹിക്കിയ കഥ പറയുന്നുണ്ട് സ്കന്ദപുരാണത്തിൽ. അതേപോലെ തന്നെ വേറെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അറിയാതെ രുദ്രാക്ഷം പതിച്ചത് കൊണ്ട് അയാൾക്ക് അവിടെ നിങ്ങളുടെ സദ്ഗതി ഉണ്ടായ കഥയെ പറയുന്നുണ്ട്. ഇങ്ങനെ ഭസ്മമാഹാത്മ്യം, രുദ്രാക്ഷമാഹാത്മ്യം, ശിവനാമത്തിൻ്റെ മാഹാത്മ്യം, ഇങ്ങനെ ഓരോന്നും വിശേഷമായിട്ട് നമുക്ക് ഈ ശിവപുരാണത്തിൽ പറയുന്നതായിട്ട് കാണാം. അതിലേറ്റവും ശ്രേഷ്ഠം അനേകം ശിവക്ഷേത്രങ്ങൾ ഉള്ളതിൽ ഗോകർണ ക്ഷേത്രത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കഥയായിട്ട് ബ്രാഹ്മണിയുടെ കഥയെ പറയുന്നു. സൗമിനി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ തൻ്റെ അച്ഛനാൽ വേണ്ടതുപോലെ വിവാഹാദികളെല്ലാം കഴിപ്പിക്കപ്പെട്ടു. എന്നാൽ കാലയോഗത്താൽ അവർ യൗവനത്തിൽ തന്നെ വിധവയായിട്ട് മാറി. ഇങ്ങനെ യൗവനത്തിൽ തന്നെ വിധവയായി മാറിയതോടുകൂടി അവർക്ക് നല്ല രൂപമുണ്ടായിരുന്നു. പലരും അതുകൊണ്ട് തന്നെ അവരെ സമീപിച്ചു. അങ്ങനെ അകാരണമായിട്ട് ഇവരിതാ തൻ്റേതായിട്ടുള്ള കാമങ്ങളെയെല്ലാം പൂർത്തീകരിക്കാൻ തൻ്റെ കുടുംബത്തെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ധർമ്മത്തെയെല്ലാം മറന്നുകൊണ്ട് അവിടെ അങ്ങോട്ട് ഒരു വേശ്യയായിട്ട് മാറി. വേശ്യയായിട്ട് മാറിയതോടുകൂടി ചെയ്യാൻ പാടില്ലാത്ത സകല പ്രവൃത്തികളും ചെയ്തു. അങ്ങനെ ബ്രാഹ്മണിയായിട്ടുള്ള അവൾ പാപത്തിൻ്റെ ഫലമായിട്ട് ഒരു ചണ്ടാള സ്ത്രീയായിട്ട് പിന്നീട് ജനിച്ചു എന്ന് പറയുന്നത്. ചണ്ടാള സ്ത്രീയായിട്ട് ജനിച്ചപ്പോഴാണ് അനേകം യാതനകൾ അവർ അനുഭവിക്കുകയാണ്. കുഷ്ഠരോഗം ബാധിച്ചതായിട്ടുള്ള ചണ്ടാള സ്ത്രീയായിട്ട് ജനിച്ച വേളയിൽ ഒരു ശിവരാത്രി സുദിനത്തിൽ കുറേ പേര് ചേർന്ന് ശിവഭജനം, ശിവനാമം പാടിക്കൊണ്ട് അവിടുന്ന് സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചണ്ടാള സ്ത്രീ അവരെ കണ്ടു. ഗൗതമൻ തുടങ്ങിയ ഋഷിമാരാണ് എന്ന് മറ്റൊരു ദിക്കിൽ പറയുന്നുണ്ട് ഈ കഥയുടെ ആധാരത്തെ. എന്തായാലും അവരെല്ലാം ശിവനാമം പാടിക്കൊണ്ട് ഗോകർണത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന കണ്ട വേളയിൽ ഇവരുടെ പിന്നാലെ പോയാൽ തിന്നാനായിട്ട് വല്ലതും കിട്ടും എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അവരൊന്നും തന്നെ കൊടുത്തില്ല. ഗോകർണ ക്ഷേത്രത്തിൽ അതുകൊണ്ട് തന്നെ എത്തിച്ചേർന്നതായിട്ടുള്ള ഇവർ അറിയാതെയാണ് ഗോകർണ ക്ഷേത്രത്തിൽ വന്നു ചേർന്നത്. അപ്പോൾ ആ ക്ഷേത്രമാഹാത്മ്യം എന്നുള്ളതും അവർക്ക് പുണ്യത്തെ ജനിപ്പിച്ചു. ശിവരാത്രി ദിവസം ഒന്നും കഴിച്ചില്ല. അതുകൊണ്ടത് അറിയാതെ ചെയ്ത ഒരു ശിവരാത്രി വ്രതമായിട്ട് മാറി. പിന്നെ ശിവരാത്രി ദിവസം അവർ ശിവപൂജ ചെയ്തു എന്ന് പറയുന്നത്. ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴാണ് ഒരു സന്ധ്യാസമയത്ത് കൂവളത്തില പറന്ന് അവരുടെ മുമ്പിൽ വന്ന് വീണു. ആ കൂവളത്തിലയെ എടുത്ത് കടിച്ചു നോക്കി. ഇത് തിന്നാൻ കൊള്ളില്ല പറഞ്ഞ് അവർ വലിച്ചെറിഞ്ഞു. അത് ശിവൻ്റെ ശിരസ്സിൽ വീണു. അതായത് സമീപത്ത് തന്നെയുള്ള കൂവളത്തിൻ്റെ വൃക്ഷം, അതിൻ്റെ ചുവട്ടിൽ ശിവലിംഗം ഉണ്ടാവും എന്നാണ് പറയാറ്. ശിവലിംഗം, ശിവസാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെയാണ് സാക്ഷാൽ ഈ ചണ്ടാളി വന്നിടുന്നത്. അപ്പോൾ ഇവർ ആ കടിച്ചിട്ട കൂവളത്തില ശിവപൂജയായിട്ടും മാറി. ഇങ്ങനെ അറിയാതെയുള്ള ഉപവാസം, അറിയാതെയുള്ള ക്ഷേത്രവാസം, അറിയാതെയുള്ള ശിവാർച്ചന, ഇതെല്ലാം തന്നെ അവർക്ക് ഫലത്തെ ചെയ്തു. പിറ്റേന്ന് ഇവർ മരിച്ച് വീണ സന്ദർഭത്തിൽ
പ്രഭാതവേളയിൽ ഈ ഗൗതമാദി ഋഷീശ്വരന്മാരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കെ ശിവസാലോക്യം ശിവസായുജ്യം എന്നതിനെ അവർ പ്രാപിക്കുകയാണ്. ഇത് കണ്ട് അത്ഭുതം വരതന്ത്രരായി അവർ ചോദിക്കുകയാണ്, ഈ ബ്രാഹ്മണിക്ക് ഇങ്ങനെയൊരു സദ്ഗതി ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിൽ നന്ദികേശ്വരൻ പല പുരാണങ്ങൾ ഉപദേശിക്കുന്ന രീതിയിൽ ഇവിടെ ഭഗവാന്റെ കഥയെ പാടിക്കൽപ്പിച്ചു. ആരാണോ ഭഗവാൻ പരമേശ്വരൻ്റെ വ്രതത്തെ അറിയാതെ പോലും നോറ്റാലും അത് പ്രയോജനത്തെ ചെയ്യും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു ബ്രാഹ്മണിയുടെ സദ്ഗതിയെ വർണ്ണിക്കുന്നു ശിവരാത്രി മഹാത്മ്യത്തിൽ. കൂടാതെ ഒരു മാനിൻ്റെ കഥയുണ്ട്. സത്യം എന്നുള്ളതിനെ ഒരു 5 അറിവുള്ള മൃഗമായ മാന് സകുടുംബത്തോടു കൂടി ഒരു വേടനോട് സത്യം ചെയ്തു. വെള്ളം കുടിക്കാൻ വന്ന വേളയിൽ ആ വേടൻ ഇതിനെ കൊല്ലാൻ തുനിഞ്ഞു. അപ്പോഴാണ് എൻ്റെ മക്കൾ ഭർത്താവൊക്കെ ഉണ്ട്, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണ്, അവരോട് പറഞ്ഞിട്ട് വരാം, നിൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പ് തീർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയി, പിന്നെ ഭർത്താവ് വന്നു, പിന്നെ മക്കൾ വന്നു, ഇങ്ങനെ ഓരോരുത്തരും വന്ന് എല്ലാവരും സത്യം ചെയ്യും. അങ്ങനെയുള്ള ആ മാനുകളും സത്യം പറഞ്ഞതുകൊണ്ട് വേടൻ തന്നെ ആശ്ചര്യഭരിതനായി തീരും. ഇതും ഒരു ശിവരാത്രി മാഹാത്മ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ശിവരാത്രി എന്നുള്ളത് വലിയൊരു പുണ്യകാലമാണ്. കുംഭമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ ചതുർദശി തിഥി രാത്രിയിൽ ദീർഘിച്ചു നിൽക്കുന്ന ദിനം ശിവരാത്രിയായിട്ട് കൊണ്ടാടപ്പെടുന്നു. ഇത് ഭാരതത്തിലെന്നല്ല ലോകം മുഴുവൻ ശിവരാത്രി എന്നുള്ള ഉത്സവം കൊണ്ടാടപ്പെടുന്നുണ്ട്. ശിവന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. ഓരോരോ മാസത്തിലും അഷ്ടമി പ്രധാനമാണ്, ഓരോരോ മാസത്തിലും പ്രദോഷം പ്രധാനമാണ്, ഓരോരോ തിങ്കളാഴ്ചയും പ്രധാനമാണ്. അങ്ങനെ 3 എണ്ണം പ്രധാനമായിട്ട് പറയുമ്പോൾ 4മതായിട്ട് പറയുന്നതാണ് ശിവരാത്രി വ്രതം എന്നുള്ളത്. ഈ ശിവരാത്രി വ്രതം ആരാണോ സ്വീകരിച്ച് ശിവനെ ഉപാസിക്കുന്നത് അവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, ശിവന് സമമായിട്ട് മാറും, സായുജ്യത്തെ പ്രാപിക്കും എന്ന ഫലശ്രുതിയോടുകൂടി ശിവരാത്രി മാഹാത്മ്യത്തെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്.